ഡിയർ ഫ്രണ്ട്സ്, ചെറുപയർ നല്ല രീതിയിൽ എങ്ങനെ മുളപ്പിച്ചെടുക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ. ബി കോംപ്ലക്സിൻ്റെ കുറവുള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും പ്രോട്ടീൻ്റെ കുറവുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് മുളപ്പിച്ച പയർ. ധാരാളം ഫൈബർ ഇതിലടങ്ങിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ചെറുപയർ നല്ലതുപോലെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു 8 മണിക്കൂർ കുതിർക്കാനായിട്ട് വച്ചാൽ മതിയാകും. 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒരു തുണിയിലിട്ട് നല്ലതുപോലെ മുറുക്കി ടൈറ്റാക്കി ഒരു പാത്രത്തിൽ വച്ചതിന് ശേഷം അടച്ച് വച്ചിരുന്നാൽ മതിയാകും. നെക്സ്റ്റ് ഡേ രാവിലെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാ പയറും നല്ലതുപോലെ മുളച്ചു വന്നിട്ടുണ്ടാകും. ബി കോംപ്ലക്സിൻ്റെ കുറവ് മൂലം വായിൽ പുണ്ണു വരുന്നവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വളരെ ഹെൽത്തിയാണ് ഇതുപോലെ സ്പ്രൗട്ടാക്കി കഴിക്കുന്ന ചെറുപയർ. ഇതുപോലെ എല്ലാ ധാന്യങ്ങളും നമുക്ക് ഇതുപോലെ മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് ഇനിയും നല്ല നീളത്തിൽ മുളച്ച് വരണമെങ്കിൽ വീണ്ടും നമ്മൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ലൂസായിട്ട് വയ്ക്കണം. ഇനി നിങ്ങൾ ടൈറ്റ് ആക്കരുത്. ഇതുപോലെ വച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം വേണം തളിച്ച് കൊടുക്കാനായിട്ട്. ഒരു പാത്രം വച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ മുകളിൽ ഈ പാത്രം വച്ചിട്ട് നല്ലതുപോലെ വെള്ളം തളിച്ച് കൊടുക്കും. വെള്ളം തങ്ങി നിൽക്കാൻ പാടില്ല. എല്ലാ ചെറുപയറും നനഞ്ഞ് കിട്ടണം. ഇത്രയേ ഉള്ളൂ. ഈ പ്രക്രിയ നിങ്ങൾ 2, 3, 4 ദിവസം വരെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ലോങ് ആയിട്ടുള്ള നന്നായിട്ട് മുളച്ച പയർ ലഭിക്കും. കടയിൽ പോയി അധിക റേറ്റ് കൊടുത്ത് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഹൈജീനിക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് ഏത് തരത്തിലുള്ള വെള്ളത്തിലാണ് ഇവർ കുതിർക്കാൻ വയ്ക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി ചിലവാക്കിയാൽ മാത്രം മതിയാകും. ഫൈബർ ധാരാളം ഉണ്ട്. ഇതുകൊണ്ട് മുളപ്പിച്ച പയർ എല്ലാവരും ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക. ബി കോംപ്ലക്സിൻ്റെ കുറവ് മൂലം വായിൽ പുണ്ണ് വരുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.